അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോവേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിഫൈ ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ ഇൻ ടു കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകോമ്പോസിഷൻ റിയാക്ഷൻ, ഡബിൾ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ 6 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, 6 കെമിക്കൽ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളോട് തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിന് ഞാൻ ABCDEF എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഏതൊക്കെ റിയാക്ഷൻ വരുന്നത് എന്നാണ് ഫസ്റ്റ് വൺ പറയുന്നത് കേട്ടോ. കോമ്പിനേഷൻ റിയാക്ഷൻ, അപ്പം ഡി ഇതാണ് H2I2 ഗീവ്സ് എന്താണ് 2HI എന്ന് പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷനാണ്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഡീകോമ്പോസിഷൻ റിയാക്ഷനിൽ ഏതൊക്കെയാണ് വരുന്നത്? അതാ എഫും വരുന്നുണ്ട്, അതേപോലെ ഏതാണ് സിയും വരുന്നുണ്ട് കേട്ടോ. അത് അതേപോലെ ഡബിൾ ഡീകോമ്പോസിഷൻ റിയാക്ഷനിൽ ഏതൊക്കെ വരും? ബിയും അതേപോലെ ഇയുമാണ് വരുന്നത് കേട്ടോ. ബിയും അതേപോലെ ഏതാ വരുന്നത്? ഇയുമാണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, അടുത്ത ഏതാണ്? അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ ഏതാ വരുന്നത്? എ ഒന്നാമത് കിടക്കുന്ന ZN പ്ലസ് FeSO4 ഗീവ്സ് സിങ്ക് SO4 അല്ലെങ്കിൽ ZnSO4 പ്ലസ് Fe ആണ് ഏതിൽ വരുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലാണ് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ് ഗിവൻ ബിലോ ആൻഡ് ക്ലാസിഫൈ ദം ഇൻ ടു കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് അല്ലേ. 3 കെമിക്കൽ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ട് ബാലൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എ നോക്കിക്കേ, ഏതാണ്? മഗ്നീഷ്യമാണ്. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ നമുക്ക് ഏതാണ് എഴുതാൻ പറ്റുന്നത്? മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ Mg ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ Mg പ്ലസ് നൈട്രജൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏതാണ്? നമ്മുടെ ഏതാണ് നൈട്രജൻ ഏതാ വരുന്നത്? N2 ആണ് നൈട്രജൻ വരുന്നത് അല്ലേ. ഇനി നോക്കിക്കേ, മഗ്നീഷ്യം നൈട്രേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മഗ്നീഷ്യം നൈട്രേറ്റ് എന്ന് വെച്ചാൽ ഏതാണ്? Mg അതേപോലെ എന്താണ്? Mg3NO ഏതാണ്? N2 ആണ് കേട്ടോ. Mg3 ഏതാണ്? മഗ്നീഷ്യം നൈട്രേറ്റ് എന്ന് വരുമ്പോൾ ഏതാണ്? Mg3N2 എന്ന് വരും കേട്ടോ. ഇനി നോക്കിക്കേ, ഇത് ബാലൻസ്ഡ് ആണോ നോക്കിക്കേ. ബാലൻസ്ഡ് അല്ല അല്ലേ. റിയാക്റ്റിൻ്റെ സൈഡ് Mg എന്ന് പറയുന്നത് എത്രയാണ് ഉള്ളത്? 1 ഉള്ളൂ. പക്ഷേ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ എത്രയായിട്ട് മാറുന്നുണ്ട്? 3 ആയിട്ട് മാറുന്നുണ്ട്. സോ നമ്മളിവിടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഒരു 3 അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മൊത്തം ബാലൻസ്ഡ് ആയില്ലേ എന്ന് ചെക്ക് ചെയ്തേ. മൊത്തം ബാലൻസ്ഡ് ആയിട്ട് മാറി കേട്ടോ. അപ്പോൾ ഇത് ഏത് റിയാക്ഷനാണ് എന്നാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? മഗ്നീഷ്യവും അതേപോലെ തന്നെ നമ്മുടെ നൈട്രജനും കൂടി ചേർന്നിട്ട് മഗ്നീഷ്യം നൈട്രേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും? ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാണ്? കോമ്പിനേഷൻ റിയാക്ഷനാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കാം, കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷനാണ് കേട്ടോ. റിയാക്ഷൻ കോമ്പിനേഷൻ റിയാക്ഷനാണ്. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം അല്ലേ. അടുത്തത് ക്വസ്റ്റ്യൻ അല്ല, രണ്ടാമത്തെ ബിയിലേക്ക് പോകാം. ബി എന്താ കൊടുത്തേക്കുന്നത്? സിങ്ക് കാർബണേറ്റ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ സിങ്ക് കാർബണേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ZnCO3 ആണ് സിങ്ക് കാർബണേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ആരെ കൊടുത്തിട്ടുണ്ട്? ഹീറ്റ് ചെയ്യുന്നു അല്ലേ. ഇവിടെ ഹീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഹീറ്റ് എന്ന് എഴുതാം കേട്ടോ. അടുത്ത ഏതൊക്കെയായിട്ടാണ് മാറുന്നത്? സിങ്ക് ഓക്സൈഡും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ആണ് മാറുന്നത്. അപ്പോൾ സിങ്ക് ഓക്സൈഡ് ഏതാണ് എഴുതേണ്ടത്? ZN ഏതാണ്? O വരും കേട്ടോ. O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും ഏതാണ്? CO2 ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇത് ഏത് റിയാക്ഷനാണ്? നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ഏതാ റിയാക്ഷൻ എന്ന് പറയുന്നത്? ഡീകോമ്പോസിഷൻ റിയാക്ഷനാണ് കേട്ടോ. ഡീകോമ്പോസിഷൻ റിയാക്ഷനാണ് കേട്ടോ. ഡീകോമ്പോസിഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് അടുത്തത് സിയിലോട്ട് പോകാം അല്ലേ. സി ഏതാണ് നമുക്ക് പറഞ്ഞേക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞേക്കുന്നത്? അലുമിനിയം പറഞ്ഞിട്ടുണ്ട്. അലുമിനിയം എന്ന് വെച്ചാൽ ഏതാ നിങ്ങൾക്ക് അറിയാലോ. അലുമിനിയം എന്ന് വെച്ചാൽ ഏതാണ്? നമ്മുടെ Al ആണ് അലുമിനിയം എന്ന് പറയുന്നത് അല്ലേ. Al എന്ന് പറയുന്നത് അലുമിനിയമാണ് കേട്ടോ. Al പ്ലസ് അടുത്ത ആരെ കൊടുത്തേക്കുന്നത് നോക്കിക്കേ, ലെഡ് നൈട്രേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ലെഡ് നൈട്രേറ്റിൻ്റെ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ Pb വരും, അതേപോലെ തന്നെ ഒരു NO3 വരും, പുറത്തൊരു 2 കൂടെ വരുന്നുണ്ട് കേട്ടോ. അടുത്ത ആരെ കൊടുത്തേക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് ഇത് റിയാക്റ്റിൻ്റെ സൈഡായിട്ട് മാറി. പ്രൊഡക്റ്റിൻ്റെ സൈഡ് ഏതാണ്? അലുമിനിയം നൈട്രേറ്റും അതേപോലെ തന്നെ ലെഡുമാണ്. അപ്പോൾ അലുമിനിയം നൈട്രേറ്റ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് വരുന്നത്? Al അതേപോലെ ഏതാണ്? NO3 പുറത്തൊരു 3 വരുന്നുണ്ട് കേട്ടോ. പ്ലസ് ഏതാ വന്നേക്കുന്നത്? ലെഡാണ്. ലെഡ് എന്ന് വെച്ചാൽ ഏതാണ്? Pb ആണ്. ബാലൻസ് ചെയ്ത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ചാപ്റ്റർ വൈസ്
ബാലൻസ് പറയുമ്പോൾ അവിടെ ബാലൻസിങ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയേ. അപ്പോൾ ഇവിടെ ഒരു 2 ചേർക്കുക, ഇവിടെ എത്ര ചേർക്കുക, ഒരു 3 ചേർക്കുക. ദെൻ ഈ പി ബിയുടെ മുന്നിൽ ഒരു 3 ചേർക്കുക, എ എല്ലിൻ്റെ മുന്നിൽ എത്ര ചേർക്കുക, ഒരു 2 ചേർക്കുക കേട്ടോ. അപ്പം മൊത്തം എന്താണ്, റിയാക്റ്റിൻ്റെ സൈഡും അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ സൈഡും എന്തായിട്ട് മാറി, ബാലൻസ്ഡ് ആയിട്ട് മാറി കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇത് ഏത് റിയാക്ഷനാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് റിയാക്ഷനാണ് എന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് ടൈപ്പ് റിയാക്ഷനാണ് ഇത്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ് കേട്ടോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിഫൈ ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബിലോ. ഫസ്റ്റ് വൺ കൊടുത്തിട്ടുണ്ട്, ഫോർമേഷൻ ഓഫ് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഓഫ് ഹീറ്റിംഗ് കോപ്പർ പൗഡർ ഇൻ എ ചിന ഡിഷ്. അപ്പോൾ ഏതാണ് ഇത്? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് വണ്ണ് കോമ്പിനേഷൻ ആണ്. ഫസ്റ്റ് വണ്ണ് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ റിയാക്ട് വിത്ത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഓഫ് 2 ഫോം സിൽവർ ക്ലോറൈഡ് ആൻഡ് സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ. ഇത് ഡബിൾ ഡീകോമ്പോസിഷൻ ആണ് കേട്ടോ. ഡബിൾ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണ്. റിയാക്ഷൻ ആണ് കേട്ടോ. എയുടെ ഡബിൾ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ. ഇനി മൂന്നാമത്തെ ഏതാണ്? ഫോർമേഷൻ ഓഫ് എ ഫെറിക് ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് സൾഫർ ട്രൈ ഓക്സൈഡ് ഓഫ് ഓൺ ഹീറ്റിംഗ് ഫെറസ് സൾഫേറ്റ്. നെക്സ്റ്റ് മൂന്നാമത്തതാണ് അല്ലേ, ഫോർമേഷൻ ഓഫ് എ ഫെറിക് ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് സൾഫർ ട്രൈ ഓക്സൈഡ് ഓൺ ഹീറ്റിംഗ് ഫെറസ് സൾഫേറ്റ് ഗ്രാനുൾസ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാണ്? ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല, ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. ഏതാണ്? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. ഡീകോമ്പോസിഷൻ. ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. കോമ്പോസിഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. വാട്ട് ആർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, റൈറ്റ് ആൻഡ് എക്സാമ്പിൾ. അപ്പോൾ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? റിയാക്റ്റൻസ് ഇൻ വിച്ച് ആൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഇൻ ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ എലമെൻറ്റ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലേ. അപ്പോൾ ഒരു എലമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു എലമെൻറ്റിനെ ഡിസ്പ്ലേസ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്കിതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? സിങ്ക് പ്ലസ് 2HCl, സിങ്ക് Cl2 എന്തായിട്ട് മാറുന്നുണ്ട്? സിങ്ക് Cl2 അതേപോലെ H2 ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ സിങ്ക് എന്താ ചെയ്യുന്നത്? തൊട്ടപ്പുറത്ത് കിടക്കുന്ന Cl-നെ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ് ചെയ്തെടുക്കുന്നു. അങ്ങനെ അത് എന്തായിട്ട് മാറുന്നു? സിങ്ക് Cl2 ആയിട്ട് മാറുന്നു. ഇവിടെ ഉണ്ടാകുന്ന വാതകം അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ് ഇവിടെ ഉണ്ടാകുന്ന വാതകം അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് 2 എക്സാമ്പിൾസ് ഈച്ച് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് take days or months to complete and those that take just a few seconds or minute. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ മാസങ്ങളെടുത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ പെട്ടെന്ന് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, കുറച്ച് സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ മിനിറ്റ് കൊണ്ടോ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിന് രണ്ടിനും എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ മാസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒന്നിന് എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞ് റെസ്റ്റിംഗ് ഓഫ് അയൺ അല്ലേ. അയൺ തുരുമ്പിക്കുന്നത് എന്താണ്? ഇന്നോ നാളെയോ ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ് അല്ല, അത് മാസങ്ങളോളം എടുത്ത് നടക്കുന്ന കാര്യമാണ് അല്ലേ. ഇനി വേറെ ഏതാ നമുക്ക് പറയാൻ പറ്റുന്നത്? ഫോർമേഷൻ ഓഫ് വെർഡിഗ്രസ് ഓഫ് ഓൺ കോപ്പർ പറയാം കേട്ടോ. ഫോർമേഷൻ ഓഫ് അപ്പോൾ ഏതായിരുന്നു? ഫ്യൂ മന്ത്സ് കൊണ്ട് നടക്കുന്നത് ഫോർമേഷൻ ഓഫ് വെർഡിഗ്രസ് ഓൺ കോപ്പർ ആണ് അല്ലേ. നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഫ്യൂ സെക്കൻഡ് കൊണ്ട് നടക്കുന്നത് ന്യൂട്രലൈസേഷൻ പറയാം. അടുത്ത ഏതാ പറയാൻ പറ്റുന്നത്? എക്സ്പോഷൻ ഓഫ് ക്രാക്കേഴ്സ്, നമ്മുടെ പടക്കം പൊട്ടുന്ന പരിപാടിയില്ലേ, അതാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിലോട്ട് പോവേ. നെക്സ്റ്റ് അടുത്ത ആറാമത്തെ ക്വസ്റ്റിനിലോട്ട് പോവാം അല്ലേ. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്?
How does the rate of chemical reaction vary when the gas react with large pieces of a solid substance and is fine powder? Explain the reason. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്യാസ് ഒരു ഗ്യാസ് ലാർജ് പീസ് ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ടാണോ അല്ലെങ്കിൽ സോളിഡ് രൂപത്തിലുള്ള നമ്മുടെ ഖരപദാർത്ഥം നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ, സോളിഡ് രൂപത്തിലുള്ള സബ്സ്റ്റൻസുമായിട്ടാണോ അല്ലെങ്കിൽ പൗഡർ രൂപത്തിലുള്ള സബ്സ്റ്റൻസുമായിട്ടാണോ കൂടുതൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനിൽ കൂടുതൽ റേറ്റ് ഉണ്ടാവുക ഏതിലെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പുസ്തകത്തിൽ പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ പറഞ്ഞേക്കുന്നത്? When the substances are broken down into smaller pieces or powdered, the surface area increases, resulting in an increase in the number of molecules involved in the effective collision, thereby increasing the rate of chemical reaction. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പൗഡർ രൂപത്തിലാണെങ്കിൽ സർഫസ് ഏരിയ ഇൻക്രീസ് ആവുകയും ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവുകയും അതേപോലെ തന്നെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനും എന്ത് ചെയ്യും, കൂടുതൽ വേഗം നടക്കാൻ ഇടവരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവേ. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഫോർ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് എ റിയാക്റ്റൻ്റ് ഈ സ്ലോ അറ്റ് റൂം ടെമ്പറേച്ചർ. It is possible to increase the rate of chemical reaction without changing temperature. Explain. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അപ്പോൾ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിൽ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ടുള്ള റിയാക്റ്റൻ്റ് ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ടുള്ള റിയാക്റ്റൻ്റ് എടുത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ എന്താണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് സാധാരണ ടെമ്പറേച്ചറിൽ കുറവായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ഫിക്സ്ഡ് അളവിൽ നമ്മൾ റിയാക്റ്റൻ്റ് എടുത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ സാധാരണ ടെമ്പറേച്ചറിൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് അടുത്ത് ചോദിച്ചേക്കുന്നത് ഈസ് ഇറ്റ് പോസിബിൾ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിതൗട്ട് ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ? എക്സ്പ്ലെയിൻ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ടെമ്പറേച്ചറിൽ മാറ്റമൊന്നും വരുത്താതെ കെമിക്കൽ റിയാക്ഷൻ കൂട്ടാൻ വേണ്ടി നമുക്ക് കെമിക്കൽ റിയാക്ഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? If one of the reactant is solid, rate of reaction can be increased by the powdering the solid reaction. Rate can be increased adding suitable catalyst. അപ്പോൾ നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള എന്ത് ചേർത്ത് കൊടുത്താൽ മതി? കാറ്റലിസ്റ്റ് ചേർക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഓഫാണ്, റേറ്റ് ഓഫ് ആണ് കേട്ടോ. ഡി അവിടെ വന്നാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ സോളിഡ് ആണ് എടുക്കണമെങ്കിൽ അത് ഏത് രൂപത്തിലാക്കി മാറ്റണം? പൗഡറാക്കി മാറ്റിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. കാരണം എന്താണ് ഈ അങ്ങനെ പറയാൻ കാരണം എന്താണ്? നമ്മൾ നേരത്തെ ഇതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? പൗഡർ രൂപത്തിലാണെങ്കിൽ സോളിഡ് ആയിട്ടുള്ള സാധനം പൗഡർ രൂപത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ പറ്റും അല്ലേ? അതേപോലെ നെക്സ്റ്റ് അടുത്ത് എന്താണ്? സൂട്ടബിൾ ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ചേർത്ത് കഴിഞ്ഞാലും നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും കേട്ടോ. ഇനി നേരെ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. സിങ്ക് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ നമ്മുടെ സിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇനി നെക്സ്റ്റ് അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ അപ്പോൾ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? സിങ്ക് Cl2 എന്താണ്? നമ്മുടെ സിങ്ക് ക്ലോറൈഡും അതേപോലെ തന്നെ ഹൈഡ്രജനും ഉണ്ടാകുന്നു എന്ന് ഞാനുള്ള കെമിക്കൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ രാസപ്രവർത്തനം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് കേട്ടോ. ഏത് ടൈപ്പാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. നെക്സ്റ്റ് അടുത്തത് സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ഫോർ ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അളവ് കൂടുന്നതിനാവശ്യമായ ഹൈഡ്രജൻ്റെ അളവ് ഇവിടെ കൂട്ടാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് വണ് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക? കൂട്ടുക. ആൻഡ് ടെമ്പറേച്ചറും എന്ത് ചെയ്താൽ മതി? ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൂട്ടാൻ പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേ.
നെക്സ്റ്റ് നമുക്ക് 9ാമത്തെ ക്വസ്റ്റിനോട്ട് പോവേ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ കൺവേർഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ടു വാട്ടർ ആൻഡ് ഓക്സിജൻ ഈസ് ഗിവൺ. നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തായിട്ട് മാറുന്നുണ്ട്? വാട്ടറും അതേപോലെ ഓക്സിജനുമായിട്ട് മാറുന്ന ഒരു കെമിക്കൽ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദീസ്? ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? 1, 2 മാറുന്നു അല്ലേ? ഏതായിരുന്നു? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണ്. വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ദ ഡീകോമ്പോസിഷൻ ടു H2O2? ഏതായിരുന്നു ഇവിടെ യൂസ് ചെയ്യുന്നത്? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും അല്ലേ? ഏതാണ്? മാഗ്നീസ് ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. MANGANESE മാഗ്നീസ് ഓക്സൈഡ് ആണ് കേട്ടോ. ഡൈ ഓക്സൈഡ് ആണേ, ഓക്സൈഡ് അല്ല, ഡൈ ഓക്സൈഡ് ഉണ്ട് കേട്ടോ. ഡൈ ഓക്സൈഡ് അല്ലെ MnO2 എന്ന് എഴുതിയാലും മതി. MnO2. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടേ. ബൈ വാട്ട് നെയിം ഈസ് കോമൺലി നോൺ? അപ്പോൾ ഇതിനെന്താണ് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത്? എന്താണ് ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത്? നമ്മൾ എന്താണ്? കാറ്റലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കോമൺ ആയിട്ട് കാറ്റലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. സൊല്യൂഷൻസ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആർ ടേക്കൺ ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഹീറ്റ്. അമോണിയം ക്ലോറൈഡ് എടുക്കുക, സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുക, എന്നിട്ട് രണ്ടും കൂടെ എന്താക്കാനാണ് പറഞ്ഞേക്കുന്നത്? ചൂടാക്കുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്? ഏത് ഗ്യാസാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം അല്ലേ. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്? ഏത് ഗ്യാസാണ് ഇവിടെ ഉണ്ടാകുന്നത്? അമോണിയം ആണ് ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്? വിച്ച് ഫാക്ടർ ഹെൽപ്പ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? ഇവിടെ ഏത് ഫാക്ടറാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സഹായിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്? ഏത് ഫാക്ടറാണ്? ടെമ്പറേച്ചർ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ ത്രഷോൾഡ് എനർജി? എന്താണ്? റിയാക്റ്റൻ്റ് അണ്ടർ ഗോയിങ് എ കെമിക്കൽ റിയാക്ഷൻ റിക്വയർ എ സർട്ടൻ എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി to get converted into product. This energy is called threshold energy. ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? വൈ ഡസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കെമിക്കൽ റിയാക്ഷന് എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണം എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഓൾറെഡി എന്തും ഇൻക്രീസ് ചെയ്യും, കെമിക്കൽ റിയാക്ഷനും ഇൻക്രീസ് ചെയ്യും അല്ലേ. വെൻ ദ റിയാക്റ്റൻ്റ് ആർ ഹീറ്റഡ്. When the reactant are heated, the kinetic energy of the particles increase. That is, as a temperature increases, the number of particles that attain the threshold energy increase. And as a result, a number of effective collisions increases, leading to an increase in the rate of reaction. അപ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓൾറെഡി ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ത്രെഷോൾഡ് എനർജി എന്ന് വെച്ചാൽ എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ റിയാക്റ്റൻറ്റിന് പ്രൊഡക്റ്റായിട്ട് മാറണമെങ്കിൽ കുറച്ച് എനർജി ആവശ്യമാണ്. ആ എനർജീനെയാണ് നമ്മൾ എന്ത് എനർജി എന്ന് പറയുന്നത്? ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത് അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ, എന്തുകൊണ്ടാണ് കെമിക്കൽ റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ വെൻ ദ റിയാക്റ്റൻ്റ് ആർ ഹീറ്റഡ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ്. അപ്പം നമ്മുടെ ഈ റിയാക്റ്റൻ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ റിയാക്റ്റിൻ്റെ ഓൾറെഡി കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചറും ആ കൂടെ നമ്മൾ ഇൻക്രീസ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിയാക്റ്റിൻ്റെ കയ്യിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ത്രെഷോൾഡ് എനർജി എന്ത് ചെയ്യും? അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആസ് എ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷന് എന്ത് ചെയ്യും? നന്നായിട്ട് റേറ്റ് അങ്ങോട്ട് കൂടുകയും ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.